ശ്രീ ജയചന്ദ്രൻ, ഈ ഇന്നലെ ഉണ്ടായ മരണം, ആ മരണങ്ങൾ കാട്ടാന ആക്രമണത്തിലുണ്ടായ അപകടങ്ങളാണെങ്കിൽ ഞായറാഴ്ച രാത്രി കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച സെബാസ്റ്റ്യന്റെ മരണം, 20 വയസ്സുള്ള സെബാസ്റ്റ്യന്റെ മരണം, അത് വനം വകുപ്പിന്റെ വീഴ്ച കൊണ്ട് സംഭവിച്ചതാണ് എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് റിജേഷ് പറഞ്ഞു. അതേ അഭിപ്രായമാണോ വാർഡ് മെമ്പർക്കും ഉള്ളത്? വനം വകുപ്പിന്റെ ഭാഗത്ത് നിന്നുമുള്ള ആത്മാർത്ഥമായ ഇടപെടൽ ഉണ്ടാകാതിരിക്കുന്നത് ഇത്തരം അപകടങ്ങൾക്ക് വഴിവെക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും സെബാസ്റ്റ്യൻ്റെ മരണം നമ്മൾക്ക് എല്ലാവർക്കും ഒരു തീരാവേദന സൃഷ്ടിച്ചൊരു സംഭവം തന്നെയാണ്. 2 ദിവസങ്ങൾക്ക് മുൻപ് ബഹുമാനപ്പെട്ട ചാലക്കുടി MLA നേതൃത്വത്തിൽ ആ ഉന്നതിയിൽ ഒരു പരിപാടിയിൽ സംബന്ധിച്ച് ഞങ്ങളെല്ലാവരും ജനപ്രതിനിധികൾ, പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ജനപ്രതിനിധികളെല്ലാവരും അവിടെ ഒരു കൂട്ടം കൂടുന്നതായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായിരുന്നപ്പോൾ ഈ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വളരെ ക്രിയാത്മകമായിട്ട് എല്ലാ കാര്യങ്ങളിലും അവിടെ ഇടപെടുന്ന ഒരു യുവാവായിരുന്നു. ആ യുവാവിൻ്റെ മരണം ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ജനപ്രതിനിധികളിലും ഞങ്ങൾക്ക് മറ്റ് ഉന്നതിയിലെ ആളുകൾക്കൊക്കെ ഒരു തീരാ നഷ്ടമുണ്ടാക്കിയിരിക്കുമ്പോഴാണ് അടുത്ത ദാരുണമായ സംഭവം ഉണ്ടായിട്ടുള്ളത്. എനിക്ക് മുമ്പേ പറഞ്ഞ പാനലിസ്റ്റുകൾ പറഞ്ഞതുപോലെ ചാലക്കുടി DYSP ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയും ഈ അന്വേഷണ പരിധിയിൽ വരേണ്ട കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന അപകടം നടന്ന സ്ഥലം അതിരപ്പള്ളി വിനോദസഞ്ചാര കേന്ദ്രത്തിൽ നിന്നും ഏകദേശം 500 മീറ്റർ മാത്രം മാറിയിട്ടാണ്. സംസ്ഥാന പാതയിൽ നിന്ന് 500 മീറ്റർ മാത്രമുള്ളൂ ഈ പറയുന്ന പുഴയുടെ ഈ തീരത്തേക്കുള്ള ദൂരം. അതിരപ്പള്ളി വിനോദസഞ്ചാര കേന്ദ്രത്തിൽ വനസംരക്ഷണ സമിതിയുടെ 10ഓളം യുവാക്കൾ രാത്രികാലങ്ങളിൽ അവിടെ ഷിഫ്റ്റ് ജോലി ചെയ്യുന്ന, അവർക്ക് വനസംരക്ഷണ സമിതിയുടെ കൂലി കൊടുത്ത് അവരവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ആളുകളാണ്. ഈ അപകട നടന്ന സ്ഥലത്ത് നിന്നും ഒരു വിളിപ്പാട് അകലെയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും മറ്റും താമസിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ക്വാർട്ടേഴ്സുകളും അവർ ഫോറസ്റ്റിൻ്റെ ഒരു വലിയ സംവിധാനങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ടുള്ളത്. അവിടെ ഇങ്ങനെ ഒരു അപകടം നടന്നിട്ടുണ്ടെങ്കിൽ, സഹ പാനലിസ്റ്റ് പറഞ്ഞ പോലെ 3 ദിവസമായിട്ട് അവരവിടെ ഉണ്ടെങ്കിൽ ഈ പറയുന്ന ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഒരു അപകടം നടന്നിട്ട് 8:30 മണിയായപ്പോഴാണ് അത് അറിയാനും തിരിച്ചറിയാനും കഴിഞ്ഞത്. പിന്നീട് ഉണ്ടായിരുന്ന വീഴ്ച എന്ന് പറഞ്ഞാൽ ഈ 2 മൃതദേഹങ്ങളും ചുമന്ന് ആംബുലൻസ് വരാവുന്ന ദൂരത്തേക്ക് ചുമന്നെത്തിച്ചിട്ടും അവിടെ ഈ പറയുന്ന 10 മണി കഴിഞ്ഞതിന് ശേഷമാണ് ഒരു ആംബുലൻസ് സൗകര്യം അവരുടെ ബോഡി ഹോസ്പിറ്റലിലേക്ക് മാറ്റാനായിട്ടുണ്ടായിട്ടുള്ളത്. അരമണിക്കൂറോളം ആ ബോഡി അവിടെ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കാണുന്നതിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ, അവർ വരുന്ന വിനോദസഞ്ചാരികളൊക്കെ കാണാവുന്ന രീതിയിലൊരു ദർശനം പോലെ അവിടെ വയ്ക്കുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ തീർത്തും ഒഴിവാക്കേണ്ടതാണ്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന്, വനം വകുപ്പുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള വീഴ്ചയായിട്ട് മാത്രമാണ് നമുക്കിതിനെ കണക്കാക്കാൻ പറ്റുകയുള്ളൂ. വനം വകുപ്പ് അവരുടെ ആദിവാസി വിഭാഗത്തിൻ്റെ പേരിൽ രൂപീകരിച്ച ഒരു വാഴച്ചാൽ ട്രസ്റ്റിൻ്റെ പേരിൽ രൂപീകരിച്ച ഒരു സമിതിയാണ് ഇപ്പോൾ ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ടിക്കറ്റ് കൊടുത്ത് വിനോദസഞ്ചാരികളെ പ്രവേശിക്കുന്നത്. 2 ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മരിച്ചവിടെ കിടക്കുമ്പോഴും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് ടിക്കറ്റ് കൊടുത്ത് ആളുകളെ കടത്തിവിടുന്നതിൻ്റെ തിരക്കിലായിരുന്നു. അത് ജനപ്രതിനിധികൾ നമ്മളൊക്കെ അവിടെ ചെന്ന് അത് നിർത്തിവെക്കണം എന്നുള്ളൊരു, നിങ്ങൾക്കൊരു കണ്ണിൽ ചോരയില്ലാത്ത നടപടി നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന് പറഞ്ഞപ്പോൾ മാത്രമാണ് അവരത് നിർത്തിവെക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നത്. എനിക്കിതിനകത്ത് ആവശ്യപ്പെടാനുള്ള DYSPയുടെ അന്വേഷണ പരിധിയിൽ ഈ പറയുന്ന VSS അംഗങ്ങൾ അവിടെ ജോലിക്കുണ്ടായിരുന്നു. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ജോലിക്കുള്ള ഒരു ഭാഗമാണ്. എന്തുകൊണ്ട് അവർ ആന വന്നിട്ടുണ്ടെങ്കിൽ, ഈ പറയുന്ന രാത്രി അവിടെ ഡ്യൂട്ടിക്ക് ഇട്ട ആളുകളുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും കൂട്ടമായിട്ട് ആനകൾ വന്നിട്ടുണ്ടെങ്കിൽ അവർ അറിയേണ്ടതാണ്. അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് അവർ ഈ രാവിലെ അങ്ങനെ അവരവിടെ താമസിക്കുന്ന ഒരു പ്രദേശമാണെന്നുള്ള അവർക്ക് അറിയുമെങ്കിൽ എന്തുകൊണ്ട് അവരവിടെ ഉണ്ടായിരുന്നെങ്കിൽ, അവരവിടെ ജീവനുണ്ടോ അല്ലെങ്കിൽ അവരവിടെ എന്ത് ചെയ്തു എന്നുള്ളത് ഇവർ അന്വേഷിക്കേണ്ട ഭാഗം കൂടി ഇതിനകത്ത് വരേണ്ടതാണ്. അന്വേഷണ പരിധിയിൽ ഈ കാര്യം കൂടി ഉൾപ്പെടുത്തണമെന്ന് നാളത്തെ ഞങ്ങളുടെ ജനകീയ സംരക്ഷണ സമിതിയുടെയും പഞ്ചായത്തിൻ്റെ മുഴുവൻ രാഷ്ട്രീയ കക്ഷികളുടെയും മീറ്റിങ്ങിൽ ഞങ്ങൾ ഈ ആവശ്യം കൂടി ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതാണ്.